ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി കുക്കിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ കാര്യം മനസ്സിലാവണമെങ്കിൽ ലാസ്റ്റ് വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ആദ്യം തന്നെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കപ്പ് പഞ്ചസാര നമുക്ക് നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇതാ ഒരു ഫ്രൈ പാനിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ കൈ വിടാതെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം, കാരണം എന്നാലേ പഞ്ചസാര എല്ലാ ഭാഗത്തേക്കും ആവും. എന്നിട്ട് നല്ല ഒരു ബ്രൗൺ കളറായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് പിന്നെ കരിപ്പിക്കരുത് പഞ്ചസാര. അപ്പോൾ നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാര ആ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടണം കേട്ടോ. എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കൂടുതലായിട്ട് തിളക്കണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലെടുത്തിട്ടുള്ളത് നട്ട്സ് എടുത്തിട്ടുണ്ട്, പിന്നെ കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്, കുറച്ച് ബദാം, പിന്നെ കുറച്ച് ചെറി, കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് പിന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട, സൺഫ്ലവർ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/4 കപ്പ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്തിട്ടുണ്ടായത്. അപ്പോൾ ഇതൊരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 1 കപ്പ് പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ആഡ് ആക്കുന്നുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഞാനിത് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിന് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുക. അപ്പോൾ ഞാനിത് 1 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. അതിലേക്ക് 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് പിന്നെ ഒരു പട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 4 പീസ് ഏലക്കായ, ഒരു 4 പീസ് ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം ചേർക്കുന്നില്ലെങ്കിൽ പിന്നെ ഗ്രാമ്പൂ മാത്രം പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 2 തവണ ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് 2 മുട്ടയാണ്. അപ്പോൾ ഞാനിത് 2 മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് എഗ് ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലെ കൂടുതലായിട്ട് ബീറ്റ് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പത വരുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമ്മളിത് കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ചുകൂടി ഞാൻ പറഞ്ഞല്ലോ തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മധുരം കൊണ്ട് ഈച്ചയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിനൊക്കെ പോയിപ്പിക്കുന്നതിനനുസരിച്ചിട്ട് അത് ഇങ്ങോട്ടേക്ക് പിന്നെയും വരുന്നുണ്ട്. അപ്പോൾ എത്ര ഡോറടിച്ചാലും ഈച്ചകൾക്ക് ഒരു പന്നമില്ല കേട്ടോ. മധുരം കാണുമ്പോൾ അതെങ്ങനെ വരുന്നതെന്ന് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് മുട്ടയിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പിന്നെ മൈദ ഒക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുത്തി ഇളക്കുന്നൊന്നുമില്ല, സാധാരണ നമ്മൾ കേക്കിനൊക്കെ മിക്സ് ചെയ്യുന്ന പോലെ തന്നെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാര്യം ഞാൻ ലാസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ബാറ്റർ അവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഒരു തിക്കായിട്ട് തന്നെയാണ് നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ചിൻ്റെ തൊലിയാണ് കേട്ടോ. ഓറഞ്ചിൻ്റെ തൊലി 1 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ വെനില എസൻസ് ഉണ്ടെങ്കിൽ വെനില എസൻസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 സ്പൂണ് വെനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കാരമലൈസ് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതൊരു കേക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 kg പിന്നെ
കേക്ക് പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഇതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഹാഫ് kg ഒക്കെ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നമുക്ക് നല്ല ഹൈറ്റിലുള്ള ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഹാഫ് kg ടിന്നിൻ്റെ അടുത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതാ 1 kg ടിന്നിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തട്ടിയെടുക്കട്ടെ. അപ്പോൾ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് 2-3 പ്രാവശ്യം ഒന്ന് തട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഞാനിതാ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പോകും. അപ്പോൾ ഞാൻ സാധാരണ കേക്കൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കൽ, അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അതിൻ്റെ മുകളിലായിട്ട് നമുക്കിതാ കുറച്ച് നട്ട്സ് വെച്ചെടുക്കുക. അപ്പോൾ ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് നട്ട്സും പിന്നെ കുറച്ച് കറുത്ത മുന്തിരി ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കേക്ക് പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു യൂട്യൂബിൻ്റെ വീഡിയോ കണ്ടിട്ട് അതുപോലെ ചെയ്ത് നോക്കിയതാണ്, പക്ഷേ ഫ്ലോപ്പായി. അപ്പോൾ എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ ഇന്ന് ഓവനിലല്ല കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതൊരു പാത്രം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു വലിപ്പമുള്ള പാത്രത്തിൻ്റെ അടിഭാഗത്ത് ഒരു തളിക വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ചൂടായ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 40 മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ടാവും കേട്ടോ ഇതൊന്ന് ബേക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു ടൂത്ത് പിക്ക് കൊണ്ട് ആദ്യം നോക്കി കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കേക്ക് ടിന്നൊന്നും മാറ്റാം. അപ്പോൾ കുറച്ചൊന്ന് ചൂട് തണുത്തതിന് ശേഷം ഞാനിതൊരു കത്തി വെച്ചിട്ട് സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലുണ്ട്, നമ്മൾ ആ പ്ലം കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു സ്മെല്ലല്ലേ, അപ്പോൾ അതൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ടിന്നൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാര്യമായിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ വെച്ച് കൊടുത്ത ആ നട്ട്സും മുന്തിരിയൊക്കെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ കുഴപ്പമില്ല, നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചതേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, എവിടെയാണ് ഫ്ലോപ്പായെന്ന് അറിയില്ല. കേക്ക് കുറച്ചൊന്ന് സൈഡ് ഭാഗം കുറച്ചൊന്ന് ഹാർഡായി കേട്ടോ. പക്ഷെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഉണ്ടാക്കിയാൽ എല്ലാം ശരിയാവുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല എന്ന് പറയുന്നില്ലേ. അപ്പോൾ ആ ഒരു അവസ്ഥ തന്നെയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ യൂട്യൂബിൽ കാണുന്ന എല്ലാ വീഡിയോസും സത്യമാണെന്നൊന്നും വിശ്വസിക്കരുത്. കാരണം നമ്മൾ അതിൽ പറഞ്ഞ അതേ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. ഈസി ആയിട്ട് ചെയ്യാന്നുള്ള ആ ഒരു മെത്തേഡ് കണ്ടുകൊണ്ട് ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. സാധാരണ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ എനിക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ആ വീഡിയോ കണ്ടിട്ട് ചെയ്തതിന് ശേഷം ഫ്ലോപ്പായിട്ട്. അപ്പോൾ ആരുടെ ചാനലാണ് വീഡിയോ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ കാണുന്നതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാനും കൂടി പറയാം. അപ്പോൾ വീണ്ടും ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.